എന്റെ സാംസ്കാരിക നിലവാരം അത് നീ കണക്കുകൂട്ടരുത്. അത് ഈ നാട്ടിൽ എങ്ങനെയാണോ കല്യാണം നടക്കുക, സൽക്കാരം നടക്കുക, അതുപോലെ ഞാൻ ചെയ്യും. ഇവിടെ എങ്ങനെയാണോ വേഷവിധാനം അങ്ങനെയൊക്കെ എന്റെ മക്കളും ധരിക്കും. ഇവിടെ എന്റെ സാമ്പത്തിക രംഗത്ത് ഇവിടെ നടക്കുന്നവർക്ക് ഞാനും ചെയ്യും. ഞാൻ അധികാരത്തിൽ അവിടെ ഈ നാട്ടുകാർ പോകുന്ന പോലെയൊക്കെ തന്നെ ഞാനും അവിടെ നീ ഇറങ്ങി കളിക്കരുത് എന്ന് ധിക്കാരം പറയുന്ന ഭാവന ഞാൻ ആവോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇത് ഭാവനയാണ്. അങ്ങനെ അള്ളാഹ് അതിർവരമ്പ് നിശ്ചയിച്ചുകൊണ്ട് ഇത്രയും ഭാഗത്തേക്ക് നിനക്ക് പ്രവേശനമുണ്ട്. എന്റെ ദീനിയായ ചിന്തയിലേക്ക് പ്രവേശിക്കാം. എന്റെ ദുനിയാവിന്റെ കാര്യത്തിൽ നീ ഇടപെടുന്നതിന് അള്ളാഹോട് അങ്ങോട്ട് ദീൻ പഠിപ്പിക്കാൻ മാത്രം ധിക്കാരം ഈ സമുദായത്തിന് പാടുവരെ പാടില്ല. അതാണ് പൂർണ്ണമായ സമർപ്പണം. കല പറയുന്ന സമർപ്പണമാണ് ഇസ്ലാം. അതുകൊണ്ട് അള്ളാഹ് പറയാ അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ ഇസ്ലാമിൽ അനുസരണം, വിധേയത്വം, സമർപ്പണം അതിൽ പൂർണ്ണമായും നിങ്ങൾ ഇറങ്ങി പ്രവേശിക്കും. നിങ്ങൾ പ്രവേശിക്കും, ദഹല കയറി പ്രവേശിക്കും. നിങ്ങൾ പ്രവേശിക്കുകയും സമർപ്പണത്തിൽ പൂർണ്ണമായും ഇതിനാണ് അടികെട്ട് പറയേണ്ടത്. പൂർണ്ണമായി സമർപ്പിക്കാത്ത വികാരങ്ങളുണ്ട്. ഭാഗികമായി സമർപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്, പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് പൂർണ്ണമായും പ്രവേശിക്കുന്നത് വക്കിന് നിൽക്കല്ല. നിങ്ങൾ കുളത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങി തെന്നിൽ നിൽക്കല്ല എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇസ്ലാമിന് പൂർണ്ണമായി ഇറങ്ങി നിങ്ങളുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും നിങ്ങളുടെ കുടുംബ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങൾ അള്ളാഹ് വിട്ടുകൊടുക്കുക. അന്ന് പറഞ്ഞതുപോലെ ആവട്ടെ. പറ്റില്ലെങ്കിൽ നിർത്തിയിട്ട് പോ, പറ്റുമെങ്കിൽ ചെയ്താൽ മതി. ആര് പറഞ്ഞു ഗതികെട്ട് പോകാൻ? പറ്റുന്നത്ര ചെയ്യും, പറ്റാത്തതിൽ മാറി നിൽക്ക്. ഇല്ലെങ്കിൽ ഒരു വിയോജിപ്പിനെ പ്രകടിപ്പിക്കണോ? ഇത് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളില്ല, എന്റെ വിയോജിപ്പ് അവിടെ പാസ്സാകട്ടെ എന്ന് എഴുതി വെക്ക്. അവിടെ ആ മിനിസിൽ അത്രയെങ്കിലും എഴുതി വെക്ക്. ഞാൻ അതിന് തയ്യാറല്ല, എന്റെ ആദർശാനുസൃതമായി ഇതെനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ സംഗതി പാസ്സാക്കുന്നതിൽ എന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തണം. എന്റെ വിയോജിപ്പോടെ നിങ്ങൾ തലയെണ്ണി പാസ്സാക്കുന്ന കുട്ടറ ശരി, എന്റെ വിയോജിപ്പോടെ പാസ്സാക്കും എന്തെങ്കിലും പറയേണ്ട ഈമാൻ എവിടെ പോയി? നിങ്ങൾ പിശാചിന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത്. അപ്പൊ എന്തിയുടെ പിശാചിനെ കുറിച്ച് പറയാൻ? പൂർണ്ണമായും അള്ളാഹുവിനുള്ള സമർപ്പണത്തിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ പിന്നെ എവിടെ നീ ഉള്ളത്? അള്ളാഹിന്റെ എതിർ പക്ഷത്താണ്. ആരാണ് അള്ളാഹിന്റെ എതിർ പക്ഷത്ത്? ശൈത്താൻ. സംശയമുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ നിങ്ങൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ ദീനനുസൃതമായി നിങ്ങളെ സമർപ്പിക്കാൻ തയ്യാറില്ലെങ്കിൽ ഒട്ടും സംശയം വേണ്ട, നീ ഉള്ളത് മറുപക്ഷത്താണ്. ഇവിടെ പിശാചിന്റെ പക്ഷം. നീ അള്ളാഹിന്റെ പാർട്ടിയല്ല, ഹിസ്ബുള്ള. നീ അള്ളാഹിന്റെ പാർട്ടിയല്ല. അപ്പൊ ഹിസ്ബു ശൈത്താൻ, പിശാചിന്റെ പാർട്ടിയാണ്. പിശാചിന്റെ പാർട്ടി രണ്ട് ഖുർആനിലെ പ്രയോഗ. നീ അസ്ഹാബുൽ മൈമനയല്ല. എന്താ അസ്ഹാബുൽ മൈമന? വലതുപക്ഷം. ഇവിടുത്തെ വലതെഴുതല്ലോ, ഇത് കാലിലെ മന്ത് മാറ്റിവെക്കുന്ന വലതെഴുതുക. കുറെ കാലം വലതുകാലം വന്നിങ്ങനെ ഇടതുകാലം വന്നിങ്ങനെ ഇടതുകാലം വലതുകാലം വന്നിങ്ങനെ മന്ത് മാറ്റിവെക്കും. മന്ത് ഇല്ലാതാക്കുന്നവരെ ഇവിടെ ഇല്ലല്ലോ. ആ വലതെഴുതല്ല ശരിയായ വലതുപക്ഷ അസ്ഹാബുൽ മൈമന. നീ വലതുപക്ഷത്ത അള്ളാഹുവിനെ ഈ വഴിക്ക് പോയാൽ പൂർണ്ണമായ അള്ളാഹുവിന്റെ കൽപ്പനയാണ് വലതുപക്ഷത്ത. മറ്റൊരു അസ്ഹാബുൽ മഷ്അമ ഇടതുപക്ഷം. അങ്ങനെ ഒരു വലതുപക്ഷം ഇടതുപക്ഷം ഏത് പക്ഷം തീരുമാനിക്കണം? അപ്പൊ അള്ളാഹിന്റെ പാർട്ടിയിലാണോ പിശാചിന്റെ പാർട്ടിയിലാണോ? വലതുപക്ഷം താണോ ഇടതുപക്ഷം താണോ? വിചാരിച്ച് ഇവിടുത്തെ പക്ഷമല്ല കേട്ടോ, പേടിയാണോ പറയാൻ? വേറെ പക്ഷമാണ് പഠിക്കണം എന്ന് പഠിച്ചാൽ മതി. അങ്ങനെ പിടിക്കേണ്ടത്. അപ്പോ ഈ രീതിയിൽ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് തീരുമാനിക്കും. അപ്പൊ നിങ്ങൾ അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് പൂർണ്ണമായും വിധേയമല്ലെങ്കിൽ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ പിശാചിന്റെ പക്ഷത്താണ്. പിശാചിന്റെ കാലടിപ്പാടുകൾ പിന്തുടരുന്നത്. കാരണം ഇന്നകൂലക്കും അതുക്കും അവൻ നിങ്ങളുടെ വർഗശത്രുവാണെന്ന കാര്യം നിനക്ക് മനസ്സിലാക്കി. വലിയ കുഴപ്പമാണ്. നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ മറന്നുപോയി. ശത്രുവാകേണ്ടതില്ലാത്ത പലരെയും ശത്രുവായി കണ്ട. അപ്പൊ പിശാചിനോട് വലിയ ഇഷ്ടമാണ്. എന്താ ഈ പൈശാചിക വൃത്തി? കള്ളുകുടി, വ്യഭിചാരം, മയക്കുമരുന്ന്, പലിശ, ചൂതാട്ടം, പൊതുങ്ങൾ തട്ടിയെടുക്കൽ, വാണിഭം, പെൺവാണിഭം ഉൾപ്പെടെ
അന്യായം, അനീതി, അധാർമികതക്ക് കൂട്ടുനിൽക്കൽ എല്ലാം പിശാചിന് അതിനോട് ഭയങ്കര ഇഷ്ടമല്ലേ? വല്ല വെറുപ്പുള്ളതൊന്നുമില്ല. ആർക്കാണ് കൂട്ടരെ വെറുപ്പുള്ളത്? അതിനോട് വെറുപ്പുണ്ടെങ്കിൽ നമുക്ക് നിലപാടുണ്ടാവില്ല, നിലപാടില്ല. അപ്പൊ പിശാചിനോട് വലിയ ഇഷ്ടം, പിശാചിന്റെ ബുദ്ധിയോട് വലിയ ഇഷ്ടം, അതിനോട് എതിർപ്പില്ല. നമ്മളിങ്ങനെ കണ്ടാലും കൈ പിടിച്ച് മുട്ടി മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് ഒരു സെലൂട്ടൊക്കെ അടിച്ചു, രണ്ട് നെടുകീന്ന് മുടക്കി, രണ്ട് ഇക്കിലാമം പിടിച്ച് ഇങ്ങനെ ഓടില്ലേ? നിലപാടില്ല. അപ്പൊ യഥാർത്ഥ ശത്രുവിനോട് നിലപാടില്ല, പൈശാചിക ബുദ്ധിയോട് നിലപാടില്ല. അതിനോട് ഭയങ്കര മമത, പൊരുത്തം, ഇഷ്ടം, കണ്ണിന് നടിക്കൽ, കുഴപ്പമില്ലാതെ സാരനാക്കൽ, ഇങ്ങനെ ആവണം, പിന്നെന്താ ചെയ്യാ, ആവട്ടെ എന്ന് വെക്കൽ. എന്നിട്ടോ നമ്മുടെ സമുദായത്തിന് അപ്പുറത്തുള്ള മനുഷ്യന്മാരുണ്ട്, അവരോട് ഭയങ്കര ദേഷ്യം. എന്താ? അവരവരുടെ ശത്രുക്കൾ. അപ്പോ യഥാർത്ഥ ശത്രുവാണെന്ന പൈശാചികതയോടും പിശാചിനും വെറുപ്പില്ല. നമ്മുടെ ശത്രുവാകുന്നില്ല, അവിടെ മിത്രമാകേണ്ടുന്ന, അവരുടെ ഭാവിക്ക് വേണ്ടി നാം കരഞ്ഞ് കണ്ണീരൊപ്പിക്കുന്ന, അവരെ കിട്ടാൻ വേണ്ടി കുതിക്കുന്ന, അവരോട് ഭയങ്കര ശത്രുത. അങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ കൈകാര്യം. അജണ്ടയും പഠിച്ചു. എന്നിട്ടോ നമുക്കിടയിൽ നടക്കുന്ന അധാർമികതയോടോ അന്യായത്തോടോ കൊടുക്കില്ല. ആ പാപത്തോട് ഭയങ്കര എന്തൊരു ബുദ്ധികെട്ട. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പിശാചിന്റെ കൂടെയാണ് കൊടുക്കുന്നത്, നിങ്ങൾ അള്ളാന്റെ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥ ശത്രുവിനെ മനസ്സിലാവും, എങ്ങനെ വീണ്ടും ഇസ്ലാമിനെ. അപ്പൊ ഇങ്ങനെ ഈ അർത്ഥത്തിൽ ഞാൻ എന്റെ അഞ്ചന്മാരും പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നു. അതാണ് സമ്പൂർണമായ സമർപ്പണമാണ് ഇസ്ലാം. കല പറയാത്ത സമർപ്പണമാണ് ഇസ്ലാം. ഇനിയും ഇത് ആവർത്തിക്കേണ്ടി വരാതിരിക്കുമാറും ഞാൻ ഇതിനെക്കുറിച്ച് രക്ഷിതാക്കളോട് പറയുന്നു. വളരെ കൃത്യമായ വർത്തമാനമാണ്. ഇനി ഇത്രയും വിശദീകരണം പോകേണ്ടതില്ല, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി. വേണമെങ്കിൽ ആദ്യത്തെ നമ്പർ നിങ്ങൾ ചോദിച്ച് എഴുതിയെടുക്കണം, ആ ആദ്യത്തെ പഠിക്കണം. എന്നിട്ട് എന്താ പറയുക? അതുകൊണ്ട് പ്രവാചകരെ നമ്മളോട് പറഞ്ഞു പൂർണ്ണമായ സമർപ്പണമാണ് ഇസ്ലാം. എന്നിട്ട് അവരോട് എന്താ പറയുന്നത്? പക്കുൽ താങ്കൾ പറഞ്ഞു കൊടുക്കും ഇല്ലതിനെ ഉദ്ദേശിക്കുന്ന വേദം നൽകപ്പെട്ട ആളുകൾ. ഇസ്ലാമിക സാങ്കേതിക അർത്ഥത്തിൽ പുതിയ കാലഘട്ടത്തിലെ മുഫസ്സിന്റെ വർത്താനം വെച്ചുകൊണ്ട് ഇവർ പറയുന്നു ഈ കാലഘട്ടത്തിലെ കൈകളോടും നിർബന്ധമല്ല കേട്ടോ, അതൊരു അഭിപ്രായം മാത്രം. അഭിപ്രായം മനസ്സിലാക്കിയാണ് സ്വീകരിക്കാൻ തടഞ്ഞു. വല്ല ഉമ്മിയീങ്ങളോടും. ആരാ ഉമ്മിയീങ്ങൾ? മക്കയിലെ മുശ്രിക്കുകളോടാണ് ഈ പറയുന്നത്. ആണല്ലോ, ആണ്. എന്താ ഉമ്മിയാകാൻ കാരണം? അവരുടെ അക്ഷരജ്ഞാനം കുറവായി. എല്ലാവരും അക്ഷരജ്ഞാനം ഇല്ലാത്തവരാണോ? അല്ല. അക്ഷരജ്ഞാനം അതിനൊരു നല്ല കവികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, നല്ല സാഹിത്യകാരന്മാർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭൂരിപക്ഷം അക്ഷരജ്ഞാനം ഇല്ലാത്തവരായിരുന്നു. നമ്മുടെ തിരുനബി ഉൾപ്പെടെ. അപ്പോ അക്ഷരജ്ഞാനം ഉള്ളവരുണ്ട്. സാഹിത്യ ലോകത്ത് അറബി സാഹിത്യമായിട്ട് ഉയർന്നിരുന്ന കാലമാണത്. അതുകൊണ്ടാണ് ആ സാഹിത്യം വലിയ ഖുർആാനത്. അവരാണ് ലക്ഷ്യം. എന്തുകൊണ്ടാണ് അറബി ഭാഷ ഖുർആൻ എന്നുള്ളത്? അന്ന് ഏറ്റവും പ്രധാനപ്രദമായ വൈജ്ഞാനിക തലത്തിൽ ഏറ്റവും സാഹിത്യമായ ഭാഷ അറബിയുള്ളൂ. ആ അറബി ഭാഷയുടെ ഉടമസ്ഥരായ ആ ജസീറത്തുൽ അറബിയിലെ അറബികളുടെ കയ്യിലെ സാഹിത്യത്തെ വെല്ലുന്ന ഒരു സാഹിത്യമുള്ള ഖുർആൻ. അങ്ങനല്ലേ? ആണ്. അപ്പോ കേവലം അക്ഷരജ്ഞാനമില്ലാത്ത ഒരു കൂട്ടരായി പോയി എന്നതാണോ അതിനർത്ഥം? അവരുടെ നല്ല സാഹിത്യം ഉണ്ടല്ലോ, നല്ല ഭാഷ ഉണ്ടല്ലോ, ആ ഭാഷയിലെ സാഹിത്യം മികച്ചിരിക്കുന്ന കാലമാണല്ലോ. അതിനേക്കാൾ മികച്ച ഒരു സാഹിത്യമാണ് ഖുർആൻ എന്നും ആ സാഹിത്യ ഭാഷയെ തന്നെ ഖുർആനിന്റെ ഭാഷയെ സ്വീകരിക്കും. അതാന്റെ ഭാഷയെ ഹീബ്രു ഭാഷയും സുറിയാനി ഭാഷയും അതാണ് മറ്റു പേരെന്താക്കിയത്. അപ്പോ ആ അക്ഷരജ്ഞാനമില്ലാത്ത നിരക്ഷര കൃഷികളായി എന്നത് മാത്രമാണോ ഓരോ കുഴികളുടെ കാരണം? അല്ലെന്ന് അഭിപ്രായം. പിന്നെ എന്താ പ്രശ്നം? അവരുടെ കയ്യിൽ ഒരു വേദം ഉണ്ടായിരുന്നില്ല. ശരിയാണോ? ഒരു വേദവും അതിന് അവരുടെ തിരിച്ചറിവുണ്ടായിരുന്നില്ല. ശരിയാ? ഇസ്മായിൽ ഇസ്ലാമിന് വേദം കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിക്ക് വേദം കിട്ടിയോ? സൂഫി ഇബ്രാഹിം നമ്മൾ വായിക്കാറില്ല. സൂഫി ഇബ്രാഹിം മൂസ. ഇബ്രാഹിം നബിക്ക് ഫലങ്ങൾ കിട്ടി, പേജുകൾ എഴുതുന്നത് കിട്ടി. മൂസ നബി അലൈഹി സ്വലാമിക്ക് എഴുതുന്നത് കിട്ടിയെന്ന്. അപ്പോ ഗ്രന്ഥം കിട്ടിയിട്ടില്ല, ഫലങ്ങൾ കിട്ടി. അപ്പൊ ചില പേജുകൾ ഫലങ്ങളുണ്ടായി. അപ്പൊ അതിന്റെ തുടർച്ചയിൽ ഇങ്ങനെ പറഞ്ഞ താല്പര്യമാണ് ഇങ്ങനെ ഉത്ബോധന ഉണ്ടായിട്ടുള്ളൂ. വേറെ പേരുകളൊന്നും അവശേഷിച്ചില്ല. അല്ലെങ്കിൽ വേദങ്ങളിലെ വാചകങ്ങൾ ഓർത്തെഴുതിയിട്ട്
അങ്ങനെ വരുമ്പോ നമ്മുടെ ഇന്ത്യയിലെ ഹൈന്ദവരെ ഉപയോഗിക്കാം. അവർക്ക് എല്ലാവരും നിരക്ഷരക്ഷണമെന്നല്ലോ, അക്ഷരജ്ഞാനം. അവരെ കയ്യിൽ ഒരു വേദത്തിന്റെ തനി പകർപ്പായിട്ടോ അല്ലെങ്കിൽ എന്തൊരു സാധനമോ ഇല്ല. ഈ രാമായണം, ഭാരതം, മഹാഭാരതം പിന്നീട് എഴുതിയ കഥകളായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു നിയതമായ വേദമോ ഒരു വേദന അടിസ്ഥാനത്തിൽ ഒരു നിയമക്രമോ ഉള്ള ഒരു മതമല്ല ഹൈന്ദവ മതം. അതുകൊണ്ട് ഹൈന്ദവതയെ മറന്നു നിൽക്കാൻ പാടില്ല എന്നല്ല ആ രാജ്യങ്ങൾ പറയുന്നത്. കാരണം അതിനൊരു നിശ്ചയമായ ശരീരത്തോ ക്രിസ്ത്യാനികൾക്കുള്ളതുപോലെയോ ഹൈന്ദവത്തിന്റെ യഹൂദത്തിലുള്ളതുപോലെയോ ഉള്ളതുപോലെ നിയമമായ രീതിയില്ല. അതിൽ പറയുന്നു ഇവരെ ഉപയോഗിക്കാം. ഒരു പഠനമാണ്. ഒരു ശരിയായ വേദന കഴിയില്ലാത്ത മക്കൾക്കാരാണ് ഭൂമിയാവട്ടെ എന്നൊക്കെ പഠിതമായി. അപ്പൊ അങ്ങനെ വരുമ്പോ അതിരിക്കുന്നാവുക വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് പ്രവാചകരെയാണ് പറയണം. ഉമ്മീകളോട് പറയണം. അപ്പൊ മക്കയിലെ ഉമ്മീകൾ മാത്രമല്ല, ഈ ഉമ്മീനെ പെടുത്താം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊരു അഭിപ്രായം സ്വീകരിച്ച് ഇഷ്ടമെന്ന് പറയാം. അതെന്റെ തീരുമാനമൊന്നുമല്ല. മാടയമാകണമെന്ന് വേണ്ടി പോയി പറയണ്ട. നിങ്ങളെ പോലെ വായിച്ചു കൊടുക്കുന്നത് അറിയും ഞാൻ അങ്ങനെ മനസ്സിലാവും. അങ്ങനെയെങ്കിൽ ഈ ഉമ്മീകളോട് അപ്പൊ യഹൂദ നസ്രാനികൾ ഇന്നുള്ള മറ്റു വേദനക്കാളുകൾ മറ്റു വേദനയുള്ളവരോ അവരോടൊക്കെ നിങ്ങൾ പറയണം പ്രവാചകർ, നിങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണോ? അതോ നിങ്ങൾ പൂർണ്ണമായും അള്ളാഹ് സമർപ്പിക്കാൻ തയ്യാറാണ്? അവരോട് നിങ്ങൾ പറയണം. നമ്മൾ തമ്മിൽ പറഞ്ഞാൽ മതിയോ? പൂർണ്ണമായ സമർപ്പണം വേണമെന്ന് പോരാ, അവരോട് പറയണം. ആരോടൊക്കെ പറഞ്ഞ യഹൂദരോട് പറയണം. പറഞ്ഞില്ലേ പറഞ്ഞു. ഉമ്മീങ്ങളോടോ അവരോട് പറഞ്ഞാൽ ഉമ്മി ആ അമ്മ ഉമ്മിയാണെങ്കിൽ ഉമ്മിയാണോ നാം ഉമ്മിയനെ അല്ലെങ്കിൽ അതിനാണെന്ന് വെച്ചോ ഏതോ കൂടൂലേ? ഇവരോട് നിങ്ങൾ പറയണം. എന്ത് പറയണം? അസ്ലാമത്തും നിങ്ങളെ സൃഷ്ടിച്ച നാമം സമർപ്പിക്കാൻ തയ്യാറാണോ? അപ്പോ കൂട്ടരെ നമ്മൾ നിസ്കരിച്ച് നമുക്ക് നോക്കി നല്ല കുട്ടിയിരുന്നാൽ മതിയോ? ഓരോ അതിനപ്പുറത്തേക്ക് ഇറങ്ങണ്ടേ? ഇടുങ്ങി. ഇത് ചെയ്തവരാണ് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ചെയ്തവരാണ് മുൻഗാമികൾ. അതാണ് ഞാനും എന്റെ സഹാബികളാണ്. ഞങ്ങൾ പൂർണ്ണമായും അള്ളാഹിനെ സമർപ്പിച്ചു. അപ്പൊ നമ്മൾ അള്ളാഹിനെ സമർപ്പിക്കണം. അതോടെ തീർന്നില്ല. പൂർണ്ണമായ സമർപ്പണത്തെ കുറിച്ചാണ്. ഭാഗികമായ 5 ചോദ്യങ്ങളെ കുറിച്ചല്ല, പൂർണ്ണമായ സമർപ്പണമാണ്. എന്നിട്ടോ എന്നാണ് രക്ഷപ്പെടുക കൂട്ടരെ? ഈ ചോദിക്കും പ്രവാചകരെ, നിങ്ങൾ ഈ സമർപ്പണത്തിന് തയ്യാറുണ്ടോ? അപ്പൊ അവരോട് ചോദിക്കണം. മനസ്സിലാക്കിയിട്ടുണ്ടോ? ചോദിക്കണം. നിങ്ങൾക്ക് എന്തേ സമർപ്പിക്കാൻ പറ്റാത്തത്? നിങ്ങൾ വിശ്വസിക്കുന്ന വായു മത നൽകിയ വായു, നിങ്ങൾ നമ്മൾ കുടിക്കുന്ന വെള്ളമില്ല, ഹിന്ദുവിന്റെ വെള്ളമില്ല, മുസ്ലിമിന്റെ വായുവില്ല, ക്രിസ്ത്യാനികളുടെ വെളിച്ചമില്ല, എല്ലാം അള്ളാഹുവില്ല. ആ അള്ളാഹുവിന്റെ ദീനാണിത്. അതിനെന്താ നിങ്ങൾ വെളിപ്പെടാൻ തയ്യാറാണ്? നിങ്ങൾക്കത് സ്വീകരിച്ചുകൂടെ? നിങ്ങളത് പഠിക്കാൻ തയ്യാറല്ലേ? നിങ്ങൾക്ക് വായിച്ചു നോക്കൂ. എന്നെങ്കിലും പറയാൻ സ്നേഹപൂർവ്വം സാധിക്കട്ടെ. അത് അവർക്ക് സാധിച്ചിരുന്നു. പ്രവാചകരെ പറയാൻ പ്രവാചകരെ പറഞ്ഞു. നമ്മളോടും അത് പറയാനാ പറയുന്നത്. അപ്പൊ കേവലം നമ്മുടെ മാത്രം ഒരു പ്രവാചക പ്രവർത്തനമോ ഇസ്ലാമിക പ്രവർത്തനമോ മാത്രം രക്ഷപ്പെടില്ല. ഈ അപ്പുറത്തേക്ക് കണ്ടു വേണം. അങ്ങനെ അള്ളാഹുവിന് കലവറയില്ലാതെ സമർപ്പിക്കുന്നുവോ? അവർ സമർപ്പിച്ചാൽ, അഥവാ ഈ ചോദ്യത്തിന് ഉത്തരം നമ്മുടെ സമുദായം നൽകണം, അപ്പുറത്തിലോട്ട് നൽകണം. അങ്ങനെ സമർപ്പിക്കുന്നുവോ? അങ്ങനെ അവർ സമർപ്പിച്ചാൽ അവരാണ് ഹിദായത്തിലായവർ. അപ്പൊ ആരാണ് പേരുകൊണ്ട് മുസ്ലിമായ അല്ലെങ്കിൽ നേരത്തെ 5 ചോദ്യങ്ങൾ ഉത്തരം മാത്രം നൽകിയിരുന്നവരായ പോരാ. പൂർണ്ണമായും അവർ കലവറയില്ലാതെ സമർപ്പിച്ചാൽ അവരാണ് തമതിക്കുന്നത്, അവരാണ് ഹിദായത്തിലായവർ. അപ്പൊ ഞാൻ നിങ്ങൾ ഹിദായത്തിനാണോ പരിശോധിക്കണം. അത് നമുക്ക് ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ കാലം രക്ഷിക്കട്ടെ. കേവലം ചില തന്ത്രങ്ങൾ രക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി അതിന് തയ്യാറില്ല, ഇത്രയൊക്കെ പറ്റൂ എന്നാണ് നിങ്ങളുടെ ഭക്ഷണങ്ങൾ വൈകുന്നവരോ ഇത് നിങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ അല്ലയോ പ്രവാചകരെ, കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്ത് എത്തിക്കുന്ന പണി മാത്രമേ നിങ്ങൾക്ക് ബാധ്യതയുള്ളൂ കേട്ടോ. ആരെയും ബലം ആരും ബാധ്യതയില്ല.